തോരൻ വയ്ക്കുമ്പോൾ റബ്ബർ പോലെ ആകാതെ നല്ല സോഫ്റ്റും നാടൻ രുചിയിലും എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നു. ആദ്യം കുറച്ച് കണവ എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1.5 സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരച്ചതെല്ലാം കൂടി നന്നായിട്ട് വഴി വയ്ക്കുക. വെച്ചതിന് ശേഷം കുറച്ച് നേരത്തിന് ശേഷം അതെല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് വയ്ക്കുന്നത്. വെച്ചതിന് ശേഷം ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് വെച്ച് വെള്ളം ഒഴിക്കാതെ വേവിക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഒരു സ്പൂൺ നാരങ്ങ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കുക. അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും. വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ കുറച്ച് തേങ്ങ എടുത്ത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ഇതിന് വേണ്ടി ഒരു ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി അതും കുറച്ചൊന്ന് ചതച്ച് വയ്ക്കുക. അതിനിടയിൽ ഇവിടെ കണവ വെന്തോ നോക്കിയതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. കണവയിലേക്ക് ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് അതിനെ ഒന്നും കൂടി വേവിക്കുക. പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. സവാളയേക്കാൾ ടേസ്റ്റ് നൽകുന്നത് ചെറിയ ഉള്ളിയാണ്. ആ ചെറിയ ഉള്ളി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. അതും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ഇടുക. കടുക് ഇട്ട് നന്നായിട്ട് അത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 2 ഉണക്കമുളക് അതിലേക്ക് ചുറ്റിട്ട് കൊടുക്കുക. അതും ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഉഴുന്നൊന്ന് ഒരു ചുമന്ന ഗോൾഡൻ കളറിൽ ഇതിലാവണം. അതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും ഒന്ന് ഇളക്കിയെടുക്കുക. ഇഞ്ചിയുടെ ഒരു പച്ചച്ചുവയൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൊടുത്തെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് നേരം ചെറിയ ഉള്ളി ഒന്ന് വഴറ്റണം. ഒരു ചെറിയ കളറൊന്ന് മാറി വരണം, അതുവരെ ഒന്ന് വഴറ്റുക. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും വഴറ്റുക. തോരന് കുറച്ച് തേങ്ങ വേണം. കുറച്ച് തേങ്ങ തിരുമി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിനിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അത് മാറ്റി വയ്ക്കുക. കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കണവയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
എല്ലാം ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്നും കൂടി എല്ലാം കൂടി ഇട്ട് വഴട്ടുക. ഉള്ളിയും കണവയൊക്കെ കൂടെ ഇട്ട് വഴറ്റുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ്. അതിനുശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. അതും ഇട്ട് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുക. തേങ്ങയും ഉള്ളിയും കണവയും ഒക്കെ കൂടെ നേരത്തെ പൊടിയേറ്റങ്ങളൊക്കെ ഇട്ടതുകൊണ്ടാണ് തേങ്ങയുടെ കൂട്ടത്തിൽ പൊടിയൊന്നും ഇടാത്തത്. എല്ലാം കൂടി വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി എടുക്കുക. ശേഷം ഒരു 3/4 സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതാണ് കണവയുടെ തോരന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്, കുരുമുളക് പൊടി. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇവിടെ കണവത്തോരൻ റെഡിയായിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.